പരിശുദ്ധമായ നാമത്തിൽ ഇന്ന് രാത്രിക്കാർ കേൾക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രാർത്ഥനാദിനി എല്ലമ്പള്ളിക്കൽ കൺവെൻഷൻ്റെ ഈ 3ാമത്തെ വർഷക്കാലം നടക്കുന്ന കൺവെൻഷനിൽ ഈ ഉദ്ഘാടന സന്ദേശം നൽകുവാൻ തക്കവണ്ണം നിഷേധിച്ച കർത്താവിൻ്റെ ദാസൻ പ്രിയ ബെൻസൺ പാസ്റ്ററുള്ള സ്നേഹത്തെയും നന്ദിയും പ്രാരംഭത്തിൽ ഓർപ്പിക്കുമ്പോൾ തന്നെ വളരെ പ്രതീക്ഷയോടും ആകാംക്ഷയോടും ദൈവവചന കേൾവിക്കായിട്ട് ഈ പന്തലിൻ്റെ ചുറ്റും കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർ, കർത്താവിൻ്റെ മുന്തിരിത്തോട്ടിൽ അധ്വാനം ചെയ്യുന്ന ഈ ദേശവാസിലെ എല്ലാ കർത്തൃദാസന്മാർക്കും അവരുടെ കുടുംബങ്ങൾക്കും ഇന്ന് രാത്രികാലം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ശക്തമായ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുന്ന കർത്താവിൽ പ്രിയ പാസ്റ്റർ സജോ തോണിക്കുഴിയിൽ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമ്മേളനം അധ്യക്ഷപദം അലങ്കരിക്കുന്ന പാസ്റ്റർ സജൻ ഗീവർഗീസ്, അതുപോലെ തന്നെ ഈ മുഖാന്തരങ്ങളൊക്കെ കർത്താവിനാൽ നിയോഗിക്കപ്പെട്ട് ആരംഭിച്ച പ്രാർത്ഥനാ ഇന്റർനാഷണൽ ചെയർമാൻ ആയിരിക്കുന്ന കർത്താവിൽ ബഹുമാനിയ പാസ്റ്റർ ബെൻസൺ ഡാനിയൽ, അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ഗീതങ്ങൾ കൊണ്ട് നമ്മളെ ആരാധനയിലേക്ക് നയിച്ച ഇറ്റേണൽ വോയിസ് അതിന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൂരത്തും ചാരത്തുമായി ഈ ശബ്ദ വീജികൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വാത്സല്യ ഇല്ലമ്പള്ളിക്കൽ ദേശവാസികൾക്കും ക്രിസ്തുവേശുവിന്റെ വന്യനാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്തൃദാസൻ എന്നെ പരിചയപ്പെടുത്തിയതുപോലെ പ്രാർത്ഥനാധ്വനി കേരള ചാപ്റ്ററിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുവാൻ കർത്താവ് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. പ്രിയ പുണ്യസം പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ ഏകദേശം 15 രാജ്യങ്ങളിലോളം ഇപ്പോൾ പ്രാർത്ഥനാധ്വനിയുടെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. ഏറ്റവും ഒടുവിലായി 2023 നവംബർ മാസം 6-ാം തീയതിയാണ് കേരളത്തിലെ പ്രവർത്തനങ്ങൾ ഔദ്യോഗികമായി പ്രാർത്ഥിച്ച് ആരംഭിക്കുവാൻ തക്കൊണ്ടും ഇടയായിത്തീർന്നത്. കർത്താവിന്റെ കൃപയാൽ കേരളത്തിലെ 3 ജില്ലകളായ കോട്ടയം, എറണാകുളം, ഇന്ന് ഉച്ച കഴിഞ്ഞ് പത്തനാപുരത്ത് വെച്ച് കൊല്ലം ജില്ലയുടെ പ്രവർത്തനങ്ങളും പ്രാർത്ഥിച്ച് ആരംഭിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കി. പ്രാർത്ഥനയാൽ കൈത്താങ്ങുക എന്ന ലക്ഷ്യത്തോടുകൂടെ 24 വർഷങ്ങൾക്ക് മുമ്പേ ആരംഭിച്ച ആ ദർശനത്തെ കർത്താവ് ഇത്രത്തോളം വളർത്തിയ ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഫിലിപ്പിയ ലേഖനപ്രകാരം വായിക്കും, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം തികയ്ക്കും. ഇന്ന് രാത്രികാലം ഇല്ലമ്പള്ളിക്കൽ ഈ പ്രാർത്ഥനാധ്വനി ഭവനാങ്കണത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന വാത്സല്യ ദൈവമക്കളുടെയും ദൈവദാസന്മാരുടെ മുൻപാകെ സന്തോഷത്തോടെ നമുക്ക് പറയുവാൻ കഴിയും, ദൈവം ആരംഭിച്ചതിനെ പൂർത്തീകരിക്കുന്ന ഒരു കർത്താവുണ്ട്, ദൈവം അതിനെ തികയ്ക്കും. ഇന്ന് രാത്രികാലം ധാരാളമായ സമയം എന്റെ മുമ്പിൽ ഇല്ലാത്തതുകൊണ്ട് വേഗത്തിൽ എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ പ്രവേശിപ്പാൻ തക്കൊണ്ടും താല്പര്യപ്പെടുന്നു. എന്തുകൊണ്ട് സുവിശേഷ മഹായോഗങ്ങൾ നടത്തപ്പെടുന്നു, എന്തുകൊണ്ട് ഇത്രയും സംവിധാനങ്ങൾ, എന്തുകൊണ്ട് ഇത്രയും ശബ്ദ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നു എന്നൊരു ചിന്ത ഒരു പക്ഷെങ്കിൽ ഇന്നിന്റെ കാലഘട്ടത്തിൽ മനുഷ്യ മനസ്സുകളിലേക്ക് കടന്നു വരും. ശ്രദ്ധിച്ചേ, ആധുനിക മനുഷ്യനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അടിത്തട്ട് തകർന്നിരിക്കുന്ന ഒരു കപ്പലിനോട് അതിനെ ഉപമിക്കുവാൻ കഴിയും. അടിത്തട്ട് തകർന്നെന്ന് പറയുമ്പോൾ മുകൾ പരപ്പിൽ എല്ലാം കൊണ്ടും വളരെ മനോഹരമാണ്, എല്ലാ സംവിധാനങ്ങളും വളരെ നന്നായിരിക്കുന്നു. എന്നാൽ അതിനടിഭാഗത്തേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ എല്ലാം കൊണ്ടും തകർച്ച നേരിടുന്ന ഒരു അനുഭവത്തിലേക്ക് ആധുനിക മനുഷ്യജീവിതം കൂപ്പുകുത്തിക്കൊണ്ട് ഇരിക്കുന്നു. അത് പറയുമ്പോൾ തന്നെ ഇന്നേക്കൊരു 100 വർഷത്തിന് മുൻപേ ജീവിതവുമായിട്ട് നമുക്കിപ്പോൾ താരതമ്യം ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. രാഷ്ട്രീയപരമായും സാമ്പത്തികപരമായും സാമൂഹികപരമായും വിവര സാങ്കേതിക നിലയിലും ശാസ്ത്ര സാങ്കേതിക നിലയിലൊക്കെ നോക്കിയാൽ മനുഷ്യൻ ഔന്നത്യത്തിൽ നിന്ന് ഔന്നത്യത്തിലേക്ക് കുതിച്ചു കയറിക്കൊണ്ടിരിക്കുക. പണ്ടൊന്നും നമ്മൾ ചിന്തിക്കാൻ കഴിയാത്ത നിലയിൽ ലോകം വളരെ വേഗതയിൽ മനുഷ്യന്റെ കൈത്തുമ്പിലേക്ക് ലോകം ഒതുങ്ങിക്കൊണ്ടിരിക്കുക. ഇതൊക്കെയും മുകൾ പരപ്പിൽ ഏറ്റവും നന്നായി നടക്കുമ്പോൾ തന്നെ ധാർമ്മികപരമായും മാനുഷികപരം നോക്കിക്കഴിഞ്ഞാൽ മൂല്യങ്ങളൊക്കെയും ഏറ്റവും തകർക്കപ്പെടുന്ന ഒരു കാലയളവിലേക്ക് മനുഷ്യ ജീവിതം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ആർക്ക് ഇതിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാൻ തക്കൊണ്ട് കഴിയും? ആ ഒരു ചോദ്യത്തിലേക്കാണ് സുവിശേഷ മഹായോഗങ്ങളുടെ പ്രസക്തിയിലേക്ക് ഇന്ന് രാത്രികാലം ഞാൻ വിരൽ ചൂണ്ടുവാൻ തക്കൊണ്ടും ആഗ്രഹിക്കുന്നത്. ഒരു നൂറ്റാണ്ടുകളായി മനുഷ്യ രാശികളെ മുഴുവനും സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങൾക്കോ കാർൽ മാർക്സിന്റെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയ്ക്കോ പരിണാമ സിദ്ധാന്തം കൊണ്ട് ലോകത്തെ വിറപ്പിച്ച ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തങ്ങൾക്കോ അതുപോലെ ഭൂഗുരുത്വ ആകർഷണ നിയമങ്ങൾ കൊണ്ട് ലോകത്തെ ചിന്തിപ്പിച്ച ഐസക് ന്യൂട്ടന്റെ ഗ്രാവിറ്റേഷണൽ തിയറികൾക്കോ മറ്റു ഒരു ഇസങ്ങൾക്കോ പ്രത്യയശാസ്ത്രങ്ങൾക്കോ മനുഷ്യനെ അവൻ നഷ്ടമായ സ്ഥിതിയിൽ നിന്ന് മാറ്റിമറിക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് രാത്രികാലം എനിക്കൊരു സദ്വർത്തമാനം പറയാൻ കഴിയുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇന്ന് രാത്രികാലം മനുഷ്യനെ മാറ്റുവാൻ കഴിയുന്നത് ഒരേ ഒരു വാക്കാണ്, അതിന്റെ പേരാണ് സുവിശേഷം.
സുവിശേഷം അത് വിശ്വസിക്കുന്നവർ കാര്യങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. വിശുദ്ധ വേദപുസ്തകം ഇപ്രകാരം വിളിച്ചു പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യർക്കിടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമമില്ല. ആ നാമം ചേർന്ന് പറയാം, ആ നാമമാണ് യേശു ക്രിസ്തുവിന്റെ നാമം. എന്തുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിന് മനുഷ്യനെ മാറ്റിമറിക്കുവാൻ കഴിയുന്നു? അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 1:16 ഇപ്രകാരം പറയുന്നു, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അത് തന്നെ പ്രിയമുള്ള ദൈവമക്കളെ, നൂറ്റാണ്ടുകളായി സുവിശേഷത്തെ അടിച്ചമർത്തുവാൻ തക്കവണ്ണം റോമൻ ചക്രവർത്തിമാർ മുഖാന്തരം അല്ല, അവൻ ലോകത്തെ കീഴ്മേൽ മറിച്ച സ്വേച്ഛാധിമാരൊക്കെ സുവിശേഷത്തെ അവരുടെ ഇരുമ്പ് ബൂട്ടുകൾക്കിടയിൽ ഞെരിച്ചമർത്തുവാൻ തക്കവണ്ണം നോക്കിയപ്പോഴും അത് രക്ഷയ്ക്കായി കാത്തിരിക്കുന്നവർക്ക് ദൈവശക്തിയായി വെളിപ്പെട്ടത് കൊണ്ട് ഇന്നും സുവിശേഷ ആധ്യാത്മിക വിപ്ലവ ചിന്തകൾ നടത്തിക്കൊണ്ട് മാനവജാതിയെ ഇന്ന് മറ്റൊരു മനുഷ്യനാക്കി രൂപാന്തരം പ്രാപിച്ചുകൊണ്ടിരിക്കുക. അതെ, സുവിശേഷത്തിന് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും. ഇന്നേക്ക് ചില വർഷങ്ങൾക്ക് മുൻപേ അമേരിക്കയിൽ നിന്ന് 2 ഗവേഷകർ ആഫ്രിക്കയിലെ പ്രത്യേകതരം ഗോത്രവർഗക്കാരെ തേടി യാത്രയായി. അവർക്ക് കണ്ടുപിടിക്കുവാനുണ്ടായിരുന്ന ഒരു പരീക്ഷണം, നരഭോജികളായിരുന്ന ഈ മനുഷ്യർ ഇപ്പോൾ ഇതാ ചില നൂറ്റാണ്ടുകളായി അവർ നരസ്നേഹികളായി മാറിയിരിക്കുന്നു. മനുഷ്യരെ മറ്റു ഗോത്രങ്ങളിൽ നിന്നുള്ള പുറം ലോകത്ത് നിന്ന് ആരെ കണ്ടാലും പിടിച്ച് അവരെ മുറിച്ച് അവരെ ഭക്ഷിക്കുന്ന നരഭോജികളാക്കിയവർക്ക് വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായി. എന്താണ് ഇതിന്റെ കാരണമെന്ന് അറിയുവാൻ തക്കോണം 2 ഗവേഷകർ ആഫ്രിക്കൻ വനാന്തരത്തിലേക്ക് യാത്രയായി. അവർ ദീർഘദൂരം സഞ്ചരിച്ച് മൈലുകൾ താണ്ടി പർവ്വതങ്ങളൊക്കെ കടന്ന് പുഴകളൊക്കെ കടന്ന് ഈ ഗോത്രവർഗക്കാരുടെ ഇടയിലേക്ക് കടന്നു ചെന്നു. അവിടെ ഇതാ ഒരു വൃദ്ധയായ ഒരു മാതാവ് ഇരുന്നു കൊണ്ട് ഒരു പുസ്തകം വായിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം ഈ വന്ന ഗവേഷകര് ഇവരെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയ അനന്തരം ചോദിച്ചു, മാതാവേ, നിങ്ങൾ എന്താണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്? കാരണം അക്ഷരാഭ്യാസമില്ലാത്ത, പുറം ലോകമായി യാതൊരു ബന്ധവുമില്ലാത്ത നിങ്ങൾ എന്താണ് ഇത് വായിക്കുന്നത്? ആ മാതാവ് ഇങ്ങനെ അവൻ വെളുക്കെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, എന്റെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിന്റെ പേരാണ് വിശുദ്ധ വേദ പുസ്തകം. ഇന്നേക്ക് ചില നാളുകൾക്ക് മുൻപേ നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു മിഷണറി ഇവിടെ കടന്നു വന്ന് മനുഷ്യൻ എന്താണെന്നും മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ എന്താണ്, മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്, മനുഷ്യന് ഇനിയും ഒരു പ്രത്യാശയുണ്ടെന്നുള്ള സത്യം ഞങ്ങളോട് അറിയിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് രൂപാന്തരം ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. അവർ ചോദിച്ചു, അത് ഞങ്ങൾക്ക് എങ്ങനെ അറിയാൻ കഴിയും? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് രൂപാന്തരം ഉണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് രാത്രികാലം ഈ ഗ്രാമത്തിൽ ഒരു വലിയ ഉത്സവം നടക്കുമായിരുന്നു. വെള്ളക്കാരായ 2 പേരുടെ ശരീരങ്ങളെ വെട്ടിമുറിച്ച് ആ കാണുന്ന കലങ്ങൾക്കകത്ത് നിങ്ങളുടെ തലകൾ വെന്ത് ഞങ്ങൾക്കിന്നൊരു ഉത്സവം ഉണ്ടായിരുന്നാൽ സുവിശേഷം ഞങ്ങളെ മാറ്റി മറിക്കുവാൻ ഇടയായി തീർന്നു. കാറൽ മാർക്സ് ഇപ്രകാരം പറഞ്ഞു, വ്യാഖ്യാനികൾ ലോകത്തെ വല്ലാതെ വ്യാഖ്യാനിച്ച് നശിപ്പിച്ചു. ഇനിയും ലോകത്തിന് ആവശ്യം ഒരു വ്യതിചലനമാണ്. ആർക്ക് ഈ വ്യതിചലനം കൊണ്ടുവരണം കഴിയും? ഇന്ന് രാത്രികാലം ഞാൻ വിളിച്ചു പറയുന്ന സത്യ സുവിശേഷത്തിന് മാത്രമേ ലോകത്തെ വ്യതിചലിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. ഒരിക്കൽ കൂടെ പറയുന്നു, മറ്റൊരുത്തിനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു നാമം. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇന്നും നാളെ മറ്റന്നാളുമായി അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരെ വിളിച്ച് നമ്മൾ ഈ സുവിശേഷ മഹായോഗം, ഒരു പക്ഷെങ്കിൽ ഈ ശബ്ദ പരിധിക്കുള്ളിൽ ഈ ലൈവിൽ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആകുന്നു രക്ഷാ ദിവസം, ഇപ്പോൾ ആകുന്നു സുപ്രസാദ കാലം. കാലം ഇനിയും താമസിച്ച് പോയിട്ടില്ല. സുവിശേഷം മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നു. മറ്റൊന്ന്, സുവിശേഷം മുന്നറിയിപ്പ് നൽകുന്നു. എന്തിനെക്കുറിച്ചൊരു മുന്നറിയിപ്പാണ്? ഒരു ദൈവം ഉണ്ടെന്നോ, ജനിച്ച മനുഷ്യൻ മരിക്കുമെന്നോ, മരണത്തിന് ശേഷം ഒരു മരണാനന്തര ജീവിതമുണ്ടെന്നോ, ഒരു പുനരുദ്ധാനമുണ്ടെന്നോ, ഒരു സ്വർഗമുണ്ടെന്നും ഒരു നരകമുണ്ടെന്നോ, ഒരു അന്ത്യന്യായവിധിയുമുണ്ടെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നത് ഏക സന്ദേശം ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷം മാത്രമാണ്. നമ്മൾ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ, വാഹനങ്ങൾ ഓടിക്കുമ്പോൾ മുന്നറിയിപ്പ് ബോർഡുകൾ ധാരാളം കാണാറുണ്ട്. എന്നാൽ അതിനെ നമ്മൾ തിരസ്കരിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ അപകടത്തിൽ ചെന്ന് ചാടാറുണ്ട്. ഇതൊക്കെ ഒരു നൂറ്റാണ്ട് മുൻപേ, കൃത്യമായി പറഞ്ഞാൽ 112 വർഷങ്ങൾക്ക് മുൻപേ 1912 ഏപ്രിൽ മാസം 12 ഇംഗ്ലണ്ടിലെ സൗത്ത് ഹാംപ്ടണിൽ നിന്ന് അന്ന് വരെ ലോകം കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ആഡംബര കപ്പലായ RMS ടൈറ്റാനിക് എന്ന് പറയുന്ന പടക്കൂറ്റൻ കപ്പൽ പണിത് അതിന്റെ കന്നി യാത്രയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലണ്ടിലെ സൗത്ത് ഹാംപ്ടണിൽ നിന്ന് ന്യൂയോർക്ക് ലക്ഷ്യമാക്കി ആ പടക്കുറ്റൻ കപ്പൽ യാത്ര ചെയ്യുമ്പോൾ ഇംഗ്ലണ്ടിലെ പ്രഭു കുടുംബങ്ങളിൽ നിന്നും രാജ കുടുംബങ്ങളിൽ നിന്നും ഉന്നത കുലരായ ധാരാളം പ്രിയപ്പെട്ടവർ ആ ധാരാളം പണം കൊടുത്ത് ആ ടിക്കറ്റുകൾ കരസ്ഥമാക്കുവാൻ ഇടയായി തീർന്നു. അതുവരെ ലോകം കണ്ടിട്ടുള്ള 112 വർഷങ്ങൾക്ക് മുൻപ് ഏകദേശം 85 ദശലക്ഷം പൗണ്ടുകൾ സ്വത്തായിട്ടുള്ള ജോൺ ആസ്റ്റർ എന്ന് പറയുന്ന വ്യക്തി, ആസ്റ്റർ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവരെല്ലാവരും ആ കപ്പലിലേക്ക് സഞ്ചരിച്ച് യാത്ര ചെയ്തു. അന്ന് വരെ ചെയ്യാത്ത ഒരു പാതയിലേക്ക് അവർ യാത്ര
തുടങ്ങുമ്പോൾ ആ കപ്പലിന്റെ ക്യാപ്റ്റനായ എഡ്വേർഡ് ജോൺ സ്മിത്ത് പറഞ്ഞു, ധൈര്യമായിട്ട് കയറിക്കൊള്ളൂ, ഈ കപ്പലിനെ മുക്കുവാൻ ദൈവത്തിന് പോലും കഴിയത്തില്ല. അവർ അഹങ്കാരത്തോടെ വിളിച്ചു പറഞ്ഞു, ദൈവത്തിന് പോലും മുക്കാൻ കഴിയാത്ത കപ്പലോ, എങ്കിൽ നമ്മൾക്കതിനെ യാത്ര ചെയ്യണം. സംഭവിച്ചത് എന്താണെന്ന് എന്റെ കേൾവിക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. 1912 ഏപ്രിൽ മാസം 12 യാത്ര തിരിച്ച കപ്പൽ ഏപ്രിൽ മാസം 14 രാത്രി കൃത്യം 7:30 എതിർദിശയിൽ നിന്ന് കടന്നു വന്ന SS കാലിഫോർണിയ എന്ന് പറയുന്ന കപ്പലിൽ നിന്ന് ഒരു റേഡിയോ സിഗ്നൽ ഇവർക്ക് ലഭിച്ചു. ആ സിഗ്നൽ സന്ദേശം ഇപ്രകാരമായിരുന്നു: നിങ്ങളുടെ ദിശ മാറിപ്പോകണം, അങ്ങകലെ നിങ്ങളുടെ പാതയിൽ തന്നെ 3 മഞ്ഞുമലകൾ ഒഴുകി വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ദിശ മാറ്റി വിട്ടില്ല എങ്കിൽ നിങ്ങൾ വലിയൊരു അപകടത്തിലേക്കാണ്. 7:30 അയച്ച റേഡിയോ സന്ദേശം ആരും ശ്രദ്ധിച്ചില്ല. കാരണം ടൈറ്റാനിക്കിന്റെ റേഡിയോ കമ്മ്യൂണിക്കേഷൻ മുറിക്കകത്തിരുന്ന ഉദ്യോഗസ്ഥർ ആ കപ്പലിനകത്തുള്ളവർക്ക് ആശംസാ സന്ദേശങ്ങളും ബർത്ത്ഡേ വിഷുകളും ആനിവേഴ്സറി വിഷുകളും നാളെ വൈകിട്ട് നടക്കുന്ന വിരുന്നിനെ കുറിച്ചുള്ള അറിയിപ്പുകൾ നടന്നതുകൊണ്ട് മറ്റ് കപ്പലുകളിൽ നിന്നുള്ള മുന്നറിയിപ്പുകൾ അവർ ശ്രദ്ധിച്ചിരുന്നില്ല. അല്പം കൂടെ കഴിഞ്ഞ് രാത്രി 11 മണിയായപ്പോൾ മറ്റൊരു കപ്പലായ മാസ്ബെരയിൽ നിന്നും ഒരു റേഡിയോ സന്ദേശം വന്നു. എന്നാൽ ടൈറ്റാനിക് എന്ന അത്യാഡംബര കപ്പൽ, ദൈവം പോലും വിചാരിച്ചാൽ ഒന്നും സംഭവിക്കില്ല എന്ന് നിഗളിച്ചിരുന്ന ആ റേഡിയോ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അവർ അതിലൊക്കെ തിരസ്കരിക്കുവാൻ ഇടയായി തീർന്നു. സംഭവിച്ചത് എന്താണ്? യാത്ര തുടങ്ങി 2ാമത്തെ രാത്രിയിൽ അങ്ങനെ സകലം സമയം കൊണ്ട് കഴിഞ്ഞു പോയപ്പോൾ ഇതാ കൂറ്റനൊരു മഞ്ഞുമല. അവരുടെ ക്യാപ്റ്റൻ അലറി വിളിച്ചത് ആ മഞ്ഞുമല. കപ്പൽ തിരിക്കുവാൻ അവർ വല്ലാതെ പണിപ്പെട്ടു. മുന്നറിയിപ്പുകളെ അവഗണിച്ച ടൈറ്റാനിക്കിന്റെ ദാരുണ്യ അന്ത്യത്തെക്കുറിച്ച് നാം എല്ലാവരും കുഞ്ഞുനാൾ മുതൽ പഠിച്ചു കേട്ടതാണ്. 2200 ഓളം ജനങ്ങളുമായി യാത്ര ചെയ്ത കപ്പലിൽ നിന്ന് ഏകദേശം 1500ഓളം പ്രിയപ്പെട്ടവർ ആ അറ്റ്ലാന്റിക്കിന്റെ മഹാസമുദ്രത്തിൽ അവർ ഒഴുകി നടക്കുവാൻ ഇടയായി തീർന്നു. സുവിശേഷം ഒരു മുന്നറിയിപ്പ് വിളിച്ചു പറയുക: ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുന്നുണ്ട്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനും നശിച്ചു പോകും, അതിലേക്ക് നഷ്ടപ്പെട്ടു പോകാതെ വണ്ണം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ ആ ഒരു അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് മടങ്ങി വരുവാനുള്ള ഒരു മുന്നറിയിപ്പിന്റെ കാഹളനാദമാണ് ഇന്നും നാളെ മറ്റന്നാള് ഇവിടെ മുഴങ്ങി കേൾക്കുവാൻ ഇടയായി തീർന്നത്. പ്രിയരെ, സുവിശേഷം നമ്മൾ രൂപാന്തരപ്പെടുത്തുന്നു. സുവിശേഷം ഒരു മുന്നറിയിപ്പ് നൽകുന്നു. സുവിശേഷം ഒരു വലിയ പ്രത്യാശ തരുന്നു. ഈ കാണുന്ന ലോകം അഴിഞ്ഞു പോകും. അപ്പൊ ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവിന്റെ വരവ് താമസിക്കുന്നില്ല. യേശു തന്റെ ശിഷ്യന്മാരുടെ പ്രകാരം പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ വേണ്ടി പോകുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേരും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ. ദുഃഖമില്ലാത്ത, കണ്ണുനീരില്ലാത്ത, രോഗമില്ലാത്ത, കഷ്ടതയില്ലാത്ത ഒരു ലോകത്തിലേക്കുള്ള യാത്രയ്ക്കായി ഒരുങ്ങിയവരാണ് സിയോൻ സഞ്ചാരികൾ. ആ പ്രത്യാശയുള്ള ദൈവമക്കളെ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്യുക. പ്രാർത്ഥന പ്രവർത്തനങ്ങൾ മുഖാന്തരം 15 രാജ്യങ്ങളിൽ മറ്റ് പ്രവർത്തനങ്ങൾക്ക് വ്യാപിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരേ ഒരു ലക്ഷ്യമുണ്ട്: ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനായി നിൽക്കുക. ലോകം എത്ര പുരോഗമിച്ചാലും, ലോകം എത്ര ഔന്നത്യത്തിലേക്ക് കടന്നു പോയാലും, നഷ്ടപ്പെട്ടു പോയ അവന്റെ സന്തോഷത്തെ മടക്കി തരുവാൻ ആർക്കും കഴിയത്തില്ല. അന്ന് പലസ്തീനിലെ രാത്രിയിൽ ഇടയന്മാരോട് ഒരു ദൈവിക സന്ദേശമുണ്ടായി: സകല ലോകത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഇല്ലമ്പള്ളിക്കൽ കൺവെൻഷന്റെ അടുത്ത ഇന്ന് രാത്രി മുതൽ നാളെ മറ്റന്നാളും ഈ സന്തോഷത്തിന്റെ ആ വാക്കുകൾ കേൾക്കുവാൻ ഇടയായി തീരട്ടെ. വിശ്വാസത്തെ കടന്ന ദൈവമക്കളെ, നമ്മുടെ നിത്യതയ്ക്കുള്ള ഓട്ടത്തിൽ ഒന്നുകൂടെ ദൈവസന്നിധി സമർപ്പിക്കുവാൻ, നമ്മുടെ ശുശ്രൂഷ മുകളിൽ, നമ്മുടെ ശുശ്രൂഷ മേഖലകളിൽ കർത്താവിന് വേണ്ടി പിന്നെ ഓടുവാൻ ദൈവം നമ്മളെ ബലപ്പെടുത്താനും ഇടയാക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇന്ന് രാത്രി കാലം മുതൽ പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഈ സുവിശേഷ മഹായോഗം, തുടർന്ന് നടക്കുന്ന വചന ശുശ്രൂഷ, ഇവിടെ നടക്കുന്ന എല്ലാ സംവിധാനങ്ങൾക്കകത്ത് ദൈവത്തിന്റെ വലിയ കൃപ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞാനിവിടെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് നിൽപ്പുണ്ട്. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ. ആമേൻ. സ്തോത്രം, സ്തോത്രം. 2-3 അവർ എന്റെ നാമത്തിൽ കൂടി വരുന്നതൊക്കെ ഞാൻ അവരുടെ നടുവിലുണ്ട്. ഇന്ന് രാത്രികാൽ അവന്റെ നാമം ഉയരട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ കൺവെൻഷനിൽ കൂടെ ചില ജീവിതങ്ങളെങ്കിലും ആ നാശത്തിൽ നിന്ന് മടങ്ങി വരുവാൻ കർത്താവ് ഇടയാക്കുമാറാകട്ടെ. ചിലരെങ്കിലും ജീവിതത്തിന്റെ ലക്ഷ്യത്തിലേക്ക് മടങ്ങി വരുവാൻ കർത്താവ് ഇടയാക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, പ്രാർത്ഥനാ കൺവെൻഷന്റെ ഈ 3-ാം വർഷത്തിൽ ഞങ്ങൾ ഒരുമിച്ച് വളരെ പ്രതീക്ഷയോടൊപ്പം പാദപീഠത്തിലേക്ക് കടന്നു വരികയാണ്. മാനുഷികമായ ഞങ്ങളുടെ സംവിധാനങ്ങൾക്ക് ഉപയോഗിച്ച് അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ തക്കോണം അനുഗ്രഹിക്കപ്പെട്ട കാലാവസ്ഥയും അതിന് ക്രമീകരണം ഒരുക്കി തന്ന കൃപയ്ക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥ ജാഗരിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പണിയുകയും ജാഗരിക്കുകയും ചെയ്ത ദൈവമാകിയാൽ നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു.
പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്ന് രാത്രി മുതൽ നാളെ മറ്റന്നാളോട് കേൾക്കുന്ന ഓരോ ദൈവവചന പ്രഘോഷണത്തിൽ കൂടെ ഈ ഇല്ലംപള്ളിക്കൽ ദേശത്ത് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുന്ന പരിശുദ്ധാത്മാവ് ചില ഹൃദയങ്ങളോട് ഇടപെട്ട് കർത്താവേ അവർക്ക് നിത്യതയ്ക്ക് അവകാശികളാക്കി മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുന്നു. സുവിശേഷത്തിന്റെ ശക്തി രോഗികളെ സൗഖ്യമാക്കുമല്ലോ. സുവിശേഷത്തിന്റെ ശക്തി പിന്മാറ്റക്കാരെ മടങ്ങിക്കൊണ്ടുവരുമല്ലോ. സുവിശേഷത്തിന്റെ ശക്തി മദ്യപാനത്തിൽ മോചനമുണ്ടല്ലോ കർത്താവേ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചതിന്റെ സന്ദേശം ഈ ദേശത്തോട് വിളിച്ചറിയിക്കുമ്പോൾ ചിലരുടെ കൂടെ പേരുകൾ കർത്താവേ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുന്ന രാത്രികളാക്കി കർത്താവ് മാറ്റണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സകല ലോകത്തിനും ഉണ്ടാകുള്ള മഹാസന്ദേശം ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുഴുങ്ങിക്കേട്ട ആ സത്യ സുവിശേഷം അതിന്റെ ജൈത്രയാത്ര തുടരുമ്പോൾ കർത്താവേ ഈ ഇല്ലംപള്ളിക്കൽ ദേശത്തിനും അതിന് സാക്ഷ്യം വഹിക്കുവാൻ കർത്താവ് ഞങ്ങളെ തെരഞ്ഞെടുത്തനാൽ സ്തോത്രം ചെയ്ത് കർത്താവേ ഇപ്പോൾ നാഥ തിരുകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ഇല്ലംപള്ളിക്കൽ പ്രാർത്ഥനാ കൺവെൻഷനെ അങ്ങയുടെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവേ, ദൈവനാമ മഹത്വത്തിനും അനേക ആത്മാക്കളുടെ വീണ്ടെടുപ്പിനുമായി ഈ കൺവെൻഷൻ ഉപയോഗപ്പെടുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ നമ്മുടെ കരങ്ങളെ ചേർത്തടിച്ച് നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. കർത്താവ് സഹായിക്കുമാറാണ്.